കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾ സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കണം കേട്ടോ. നമുക്കിത് ഡെയിലി നമുക്ക് മുഖത്ത് തേക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ ഈ ഒരു ഫേസ് പാക്ക് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സൂപ്പറാണ്, ഈസിയാണ് ഇന്നത്തെ ഫേസ് പാക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് വേഗം തന്നെ പോയേക്കാം. അപ്പോൾ ഈ ഫേസ് പാക്ക് നമുക്ക് ഡെയിലി നമ്മുടെ മുഖത്ത് തേക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ മുഖത്തുള്ള പാടുകൾ കലകൾ ഒക്കെ മാറി മുഖം നന്നായിട്ട് നിറം വയ്ക്കാനും നല്ല തിളക്കം കിട്ടാനും ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് മഞ്ഞൾപ്പൊടി കേട്ടോ. ഒന്ന് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത മഞ്ഞളാണ്. ഇത് തന്നെ എടുക്കണേ, അല്ല കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ ഇപ്പോൾ ഒറിജിനൽ ആണോ നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ മഞ്ഞളെടുത്തു, കുറച്ചെടുത്താൽ മതി. ഞാനിത് മുഖത്ത് മാത്രം തേക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ഇച്ചിരി കൂടെ ഇട്ടെടുക്കാം അല്ലേ. ഒരു നുള്ളും കൂടെ അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ മഞ്ഞളെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സാധനമാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും നിറം വയ്ക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന സൂത്രധാരൻ, അതാണ് തേന്. അപ്പോൾ കുറച്ച് തേനും കൂടെ നമുക്ക് ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. തീർന്നിട്ടില്ല, ഇനി 2 സാധനം കൂടെ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ. കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയിൽ എടുത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാവേ. അത് മതി കേട്ടോ. കുറച്ച് തേൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് റോസ് വാട്ടർ. അയ്യോ തുറക്കാൻ പറ്റണില്ല. കുറച്ച് റോസ് വാട്ടറും കൂടെ നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം. മതി കേട്ടോ. കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്തതാണ് ചെറുനാരങ്ങ. താഴെ വീണ് പോയേ. ചെറുനാരങ്ങ കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. മറ്റോ അപ്പോൾ തേന്, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ ഇതൊക്കെ നമ്മൾ ചേർത്ത ഫേസ് പാക്ക്. പിന്നെ കൂടെ റോസ് വാട്ടറും കൂടെ ഉണ്ട്. കുറച്ച് റോസ് വാട്ടറും കൂടി ഇതിന് ലേശം ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ ആദ്യം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ കുറവ് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് മറ്റുള്ള സാധനങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്താലേ നമ്മുടെ പാക്ക് കറക്റ്റ് രീതിയിൽ കിട്ടത്തില്ല. അപ്പം ഞാനുണ്ടല്ലോ കുറച്ചും കൂടി ഒന്ന് തേനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, കുറച്ച് മതി കേട്ടോ. ഞാനിത് മുഖത്ത് മാത്രം തേക്കുന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇത് മുഖത്ത് മാത്രം, നമുക്കിത് കയ്യിലും കാലിലൊക്കെ തേക്കാനുള്ള പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു നുള്ള മഞ്ഞപ്പൊടിയിലെടുത്തുള്ളൂ. നമ്മൾ ഇതിലോട്ട് തേന് ഇതൊക്കെ ചേർത്തപ്പോൾ, തേനും റോസ് വാട്ടറും ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തപ്പോൾ അത്യാവശ്യം കുറച്ചധികം പാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുഖത്തങ്ങ് തേച്ചെടുക്കാവേ. മുഖത്ത് തേക്കുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരാൻ മറക്കരുത് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയുടെ കൂടെ നമ്മൾ തേൻ ചേർക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് മഞ്ഞൾ നമ്മുടെ മുഖത്ത് കാണത്തില്ലേ. അപ്പം അങ്ങനെയാണല്ലോ, മഞ്ഞളിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും വേണം. പക്ഷെ മഞ്ഞൾ അങ്ങനെ മുഖത്തങ്ങ് ഇരിക്കുന്നത് അധികം ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അതാട്ടെ പറഞ്ഞത്. പിന്നെ വെയിലുള്ള സമയത്ത് ഇതുപോലെ മഞ്ഞൾ വെച്ചുള്ള ഫേസ് പാക്കൊക്കെ നമ്മൾ തേക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എന്തായാലും കാത്തു പോകും കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഫേസ് പാക്ക്, ഏത് ഫേസ് പാക്ക് ആണെങ്കിലും വൈകുന്നേരങ്ങളിൽ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുഖത്തങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്, 10-15 മിനിറ്റ് അത്രയ്ക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും ഡ്രൈ ആവും. ചെറിയൊരു ഫേസ് പാക്ക് ആണല്ലോ.
അധികം കട്ടിയൊന്നുമില്ലല്ലോ, ലൈറ്റായിട്ടുള്ള ഫേസ് പാക്ക് അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുക. അന്നേരം നമുക്ക് കഴുകി കളയാവേ. ഒരു 15 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റ് അത്രയൊക്കെ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഞാനിതാ പിരികത്തിന് സൈഡൊന്നും തേച്ച് കൊടുത്തില്ല കേട്ടോ. അവിടെ തേക്കണ്ട, പിരികം കൊഴിയാനൊക്കെ സാധ്യത ഉണ്ടെന്ന് എല്ലാവരും പറയുന്നതേക്കാം. പക്ഷെ ഇതുവരെ എനിക്ക് അനുഭവം വന്നിട്ടില്ല കേട്ടോ. പിരികം അങ്ങനെ കൊഴിഞ്ഞിട്ടില്ല. മഞ്ഞൾ വെച്ചുള്ള പേക്ക് തേച്ചിട്ടും ഇതുവരെ ഒന്നും കൊഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ തേക്കുന്നില്ല. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ പിരികം നല്ല കട്ടിയുണ്ട് കേട്ടോ. ഞാൻ അലവറ ജെല്ലും ആവണക്കെണ്ണയൊക്കെ തേച്ചിട്ടേ പിരികത്തിൻ്റെ കട്ടി നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നന്നായിട്ട് പിരികം നന്നായിട്ട് വളരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നന്നായിട്ട് പിരികവും വളരുന്നുണ്ട്. പെട്ടെന്ന് പിരികം വളരും കേട്ടോ ഇതിനത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. ഞാനിത് മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഞാൻ മുഖത്ത് വെച്ചായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ മഞ്ഞൾ നല്ലതാണല്ലോ, നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണല്ലോ മഞ്ഞൾ. പിന്നെ ഈ കർക്കിടക മാസത്തിൽ മഞ്ഞൾ ചേർത്ത ഫേസ് പാക്ക് ഇടുന്നതും മഞ്ഞൾ കൂടുതൽ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ്. പിന്നെ ഈ ഒരു പാക്ക് നമ്മൾ ഓയിൽ സ്കിന്നാർക്കും കേട്ടോ ഏറ്റവും കൂടുതൽ, നമുക്കെന്താ പറയുക, ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഓയിൽ സ്കിന്നാർക്കാണ്. ഡ്രൈ സ്കിന്നാർക്ക് ഒന്നും കൂടെ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇതിൽ ചെറുനാരങ്ങ നീരും റോസ് വാട്ടറും മഞ്ഞളും ഒക്കെ ഡ്രൈ ആവുന്ന സാധനങ്ങളാണ്. പിന്നെ തേനും കൂടെ ജസ്റ്റ് ചേർക്കുന്നത് നമ്മുടെ ഒന്നും കൂടെ ഒന്ന് ഗ്ലോ കിട്ടാൻ കൂടി വേണ്ടിയാണ്. നല്ലൊരു പാക്കാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് ഒരുപാട് അങ്ങ് മഞ്ഞപ്പൊന്നും തോന്നത്തില്ല കേട്ടോ. ചെറിയൊരു മഞ്ഞപ്പ് തോന്നുന്നു. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലായി, ചെറിയൊരു മഞ്ഞപ്പേ ഉള്ളൂ. പക്ഷെ ഇത് നല്ലതാണ്, സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ്. നമ്മൾ വൈകുന്നേരങ്ങൾ തേക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ആ മഞ്ഞപ്പൊക്കെ മാറി മുഖം ഇച്ചിരി കൂടി നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഇപ്പോൾ ഞാൻ പകലാണ് തേക്കുന്നത്. പിന്നെ വെയിലുള്ള സമയത്ത് ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് നമ്മൾ പുറത്തൊന്നും ഇറങ്ങരുത്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് കറക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ മുഖത്തിട്ടല്ലോ, ഇത് നമുക്ക് മഞ്ഞളും തേനും ചേർത്ത ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ശരീരത്തിനകത്ത് കഴിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ പാക്കിൽ മഞ്ഞൾ, ചെറുനാരങ്ങയുടെ നീര്, റോസ് വാട്ടർ, തേന്, 4 സംഭവങ്ങൾ നമ്മളിതിൽ ചേർത്തേക്കണത്. ഒരു നുള്ള മഞ്ഞൾപ്പൊടി എടുക്കുക, അത് ഇച്ചിരി കൂടെ തേനും കൂടി ചെറുതേനും തന്നെ ശ്രദ്ധിക്കണേ. ചെറുതേനും കൂടി മിക്സ് ചെയ്തിട്ട് അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ആ ഒരു രീതി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉൾപ്പെടുത്തണം കേട്ടോ. അതായത് 1-2 തവണ ചെയ്തിട്ട് ഒരു കാര്യമില്ല. 1-2 മാസങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് നല്ല ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുള്ളത്. ഈ മഞ്ഞൾ ഈ കർക്കിടക മാസത്തിൽ നല്ലതാണ്, സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ മുഖത്ത് തേക്കുന്നത് നല്ലതാണ്. പിന്നെ ശരീരത്തിനകത്തും മഞ്ഞൾ ചേർത്ത് കുറച്ച് ആഹാരങ്ങളൊക്കെ കഴിക്കുന്നതും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. വീഡിയോ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.